ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഗതാഗത മേഖലയിൽ വികസന കുതിപ്പ് സമ്മാനിച്ച LDF സർക്കാർ UDF ഭരണകാലത്ത് BM&BC റോഡുകൾ ഒന്നുപോലുമില്ലാത്ത മണ്ഡലത്തിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് 585 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പത്തനംതിട്ട നഗരത്തിലെ 2 റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും 2 റോഡുകളുടെ നവീകരണ ഉദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആറന്മുള മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളും BM&BC നിലവാരത്തിലേക്ക് ഉയർന്നു. കല്ലിടുന്നതിൽ അവസാനിക്കുന്നതല്ല ഇടത് വികസനം, പദ്ധതികൾ നടപ്പാക്കുന്നതാണ് LDFന്റെ നയം. ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത റോഡിൽ ഒരെണ്ണം കുമ്പഴ പ്ലാവലി റോഡാണ്. ഒരു ഗ്രാമീണ മേഖലയിലൂടെ പോകുന്ന ഒരു റോഡാണ്. ടൗണിൻ്റെ നടുക്കൂടെ പോകുന്ന റോഡുകളല്ല. അതുമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ടൗണിലുള്ള കാത്തലിക് കോളേജ് റോഡ്, അതുപോലെ തന്നെ സെൻട്രൽ ജംഗ്ഷൻ, അതായത് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ, അഴൂര് മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ, സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ചാങ്ങേത് ഹോസ്പിറ്റൽ വഴി വരെയുള്ള റോഡുകൾ, ഇതെല്ലാം ഇപ്പോൾ ഉദ്ഘാടനം. നഗരസഭാ സൗന്ദര്യവൽക്കരണവും തിരുവല്ല കുമ്പഴ റോഡിന്റെ നവീകരണ പ്രവർത്തനത്തിന്റെയും ഉദ്ഘാടനം നടന്നു. പത്തനംതിട്ട ടൗണിന്റെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് പ്രോഗ്രാമാണ് ഈ നമ്മുടെ റിംഗ് റോഡിന്റെ ബ്യൂട്ടിഫിക്കേഷൻ. അതുകൂടാതെ തിരുവല്ല കുമ്പഴ റോഡ്. പത്തനംതിട്ട നഗരത്തിലെ 2 റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും 2 റോഡുകളുടെ നവീകരണ ഉദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഈ പദ്ധതികളെല്ലാം പത്തനംതിട്ട നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ T സക്കീർ ഹുസൈൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.